വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശ്രീബുദ്ധന്റെ ഒരു അരുമ ശിഷ്യനായിരുന്നു ആനന്ദൻ. അദ്ദേഹം ശ്രീബുദ്ധനോട് ചോദിച്ചു, അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും തരിക. ശ്രീബുദ്ധൻ തൻ്റെ അടുത്തിരുന്ന ഒരു മുല്ലപ്പൂവെടുത്ത് ആനന്ദന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. ബുദ്ധന്റെ മനസ്സിലെ സൗരഭ്യം പോലെ ആനന്ദന്റെ ജീവിതത്തിന്റെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യയ്ക്കുമെല്ലാം ഈ മുല്ലപ്പൂവിന്റെ സൗരഭ്യം നിറഞ്ഞു നിന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുല്ലപ്പൂവ് വാടിത്തുടങ്ങിയപ്പോൾ ബുദ്ധനെ കുറിച്ചുള്ള ആനന്ദന്റെ മനസ്സിലുള്ള ഓർമ്മയും പതുക്കെ പതുക്കെ ഇല്ലാതായി തുടങ്ങി. ക്രിസ്തുവിന്റെ ശിഷ്യനും ക്രിസ്തുവിനോട് ചോദിച്ചു, ക്രിസ്തുവേ, നിന്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും തരണമേ. ക്രിസ്തു ഒരു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കുവിൻ. ഈ അപ്പം ശിഷ്യന്റെ ഉടലിന്റെ ഭാഗമായി, അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗമായി, അവന്റെ ആത്മീയതയുടെ ഭാഗമായി, തലമുറകളുടെ ഭാഗമായി. ഇന്ന് അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ നങ്കൂരമടിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലല്ലാതെ മറ്റെന്തിലാണ്? അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അസ്തിത്വപരമായൊരു സ്വഭാവമാണ് സ്വയം മുറിഞ്ഞ് പങ്കുവെക്കുക എന്നുള്ളത്. ദൈവം തൊട്ട ഈ പ്രപഞ്ചത്തില് ഈ പങ്കുവെക്കലിന്റെ അനുഭവമാണ്, അല്ലെങ്കിൽ അതിന്റെ തരംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 അധ്യായങ്ങളില് ഈ ദൈവത്തിന്റെ പങ്കുവെക്കലിന്റെ തരംഗങ്ങള് നമുക്ക് അനുദിന ജീവിതത്തില് എന്നും എപ്പോഴും കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് സ്വാർത്ഥനായി തീർന്നപ്പോൾ ഈ പങ്കുവെക്കലിന്റെ മഹത്വം മറന്നു. എന്നാൽ അവിടെയും മനുഷ്യനെ തേടി ദൈവം രാത്രിയിൽ അഗ്നിസ്തംഭമായും കൊടും ചൂടില് മേഘത്തണലായും അവന്റെ കൂടെ നടന്നു. രാജാക്കന്മാരുടെ പുസ്തകം 1 അധ്യായം 1 രാജാക്കന്മാരുടെ 19 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് നമുക്ക് വായിക്കാൻ സാധിക്കും. വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ വിശന്നവശനായി മരണത്തെ മാത്രം പ്രതീക്ഷിച്ചു കിടന്ന ഏലിയാ പ്രവാചകന്റെ അടുത്തേക്ക് ഭക്ഷണവും ദാഹജലവുമായിട്ട് ദൈവ സാന്നിധ്യം എത്തിയപ്പോൾ അവന് തൃപ്പാതയമായി മാറുകയാണത്. മലമുകളിലെത്തി ജ്വലിച്ച് പ്രാർത്ഥിക്കുവാൻ ഏലിയാ പ്രവാചകന് ശക്തി നൽകിയത് ഈ ജീവന്റെ അപ്പമാണ്. വചനം മാംസം ധരിച്ചപ്പോൾ ദൈവം മനുഷ്യനായി. വചനം അപ്പമായപ്പോൾ അത് വിശുദ്ധ കുർബാനയായി മാറി. ദൈവത്തിന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ടോട്ടാലിറ്റിയാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 41
8-ാം അധ്യായം 6-ാം വാക്യവും 14-ാം അധ്യായം 22-ാം വാക്യത്തിലുമെല്ലാം ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ജനക്കൂട്ടത്തിന് നൽകിക്കൊണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്ന വിവിധ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം ഭാഗ്യമായി ക്രിസ്തു മുറിക്കുന്നത് ഒരു അപ്പമാണെങ്കിലും യഥാർത്ഥത്തിൽ അവിടുന്ന് പങ്കുവെച്ചത് തൻ്റെ രക്തവും തൻ്റെ ശരീരവും തൻ്റെ ജീവനും തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ഇടയനില്ലാതെ നടക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ക്രിസ്തുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന്. അനുകമ്പ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് കമ്പാഷൻ എന്നൊരു വാക്കാണ്. ഈ കമ്പാഷൻ എന്ന വാക്ക് 2 ലാറ്റിൻ പദങ്ങൾ കൂടി ചേർന്നുണ്ടായതാണ്. കും പ്ലസ് പാസീവ്. കും എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ വിത്ത് എന്നർത്ഥവും പാസീവ് എന്ന് പറഞ്ഞാൽ സഫർ എന്നർത്ഥവുമാണുള്ളത്. അപ്പോൾ കൂടെ സഹിക്കുക എന്നാണ് ഈ കമ്പാഷൻ എന്നതുകൊണ്ട് ലാറ്റിനിൽ അർത്ഥമാക്കുന്നത്. ഇടയനില്ലാത്ത ഒരു ജനത്തെ കണ്ടിട്ട് ക്രിസ്തു ഒരു ഇടയനെ കണ്ടെത്തി അവർക്ക് കൊടുത്തിട്ട് വഴിമാറി പോവുകയല്ല ചെയ്തത്, പകരം സ്വയം ഇടയനായി മാറുകയാണ് ചെയ്തത്. വിശപ്പകറ്റാൻ അവർക്ക് ഭക്ഷണവും ദാഹമകറ്റാൻ അവർക്ക് ജലവും നൽകിക്കൊണ്ട് കൂടെ സഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടയന്റെ ദൗത്യം അവിടുന്ന് ഏറ്റെടുക്കുന്നു. എന്താണ് ഒരു ഇടയൻ ചെയ്യുന്നത്? ആ ദൗത്യം കർത്താവ് ഏറ്റെടുക്കുകയാണ്. ശിഷ്യന്മാർ ചന്തയിലേക്ക് ഓടാൻ നോക്കി. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്, ഇവരുടെ ഇടയിൽ തന്നെ അന്വേഷിക്കുവിൻ. അവർക്ക് വിശപ്പകറ്റാനുള്ള ഭക്ഷണവും അവർക്ക് വിശപ്പകറ്റാനുള്ള ജലവും ദാഹമകറ്റാനുള്ള ജലവും ഇവരുടെ ഇടയിൽ തന്നെയുണ്ട്. ചന്ത വിട്ടിട്ട് ശിഷ്യന്മാർക്കൊരു ചിന്തയില്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മളും. ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവിക ചിന്തകൾ മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ദൈവിക ചിന്തകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, പദ്ധതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവികമായി ചിന്തിക്കുന്നവർ, ദൈവത്തോടുകൂടെ ചിന്തിക്കുന്നവരായി തീരണം. ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച് നൽകി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ കയ്യിൽ സത്യത്തില് ഒരു അപ്പക്കഷ്ണം പോലും ബാക്കിയില്ലായിരുന്നു. 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ കയ്യില് സത്യത്തില് ഒന്നും മിച്ചമില്ലായിരുന്നു. തിരുവത്താഴത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിച്ചത്. ചെറിയൊരു അപ്പക്കഷ്ണം ക്രിസ്തു മുറിച്ച് 12 പേർക്കുമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ക്രിസ്തുവിന്റെ കയ്യില് ഒന്നും അവശേഷിച്ചില്ലായിരുന്നിരിക്കാം. വചനം മാംസമായി ദൈവമായി തീർന്നുവെങ്കിൽ ഈ വചനത്തിന് മുമ്പില് നമ്മൾ നങ്കൂരമടച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സ്വയം മുറിഞ്ഞ് ഇല്ലാതാകുവാൻ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി സ്വയം മുറിഞ്ഞില്ലാതാകുവാൻ, നാം ജീവിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി, നാം എവിടെയായിരിക്കുന്നു അവർക്ക് വേണ്ടി മുറിഞ്ഞില്ലാതാകുവാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഓശാന ഞായറാഴ്ച അനുസ്മരിപ്പിച്ചു. ഓശാന എന്നത് സത്യത്തില് മനുഷ്യന്റെ കപടതയുടെ വലിയൊരു തിരുനാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓശാന എന്ന വാക്കിന് അർത്ഥം തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഒരു ഞായറാഴ്ച ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച അതേ ജനം അതേ നാവുകൊണ്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. ഈ മനുഷ്യന്റെ കപടതയുടെ മുഖം പൊളിഞ്ഞത് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് ജനം ഒരുമിച്ച് പറഞ്ഞു. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ, നാളെ കൂടി കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാള്. വിശുദ്ധ കുർബാന എന്നത് പെസഹ വിരുന്നുകൂടിയാണല്ലോ. പെസഹ എന്നാൽ കടന്നു പോകൽ എന്നാണ് അർത്ഥം.
2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ആഘോഷിച്ചത് ഒരു പക്ഷേ ഒരു ഇസ്രായേൽ ജനതയുടെ കടന്നുപോകലിന്റെ പെസഹ അല്ലായിരിക്കാം. ക്രിസ്തു ആഘോഷിച്ചത് ക്രിസ്തുവിന്റെ കടന്നുപോകലിന്റെ പെസഹായാണ്. ഈ ഭൂമിയുടെ ഇടത്താവളങ്ങൾ വിട്ട് തനിക്ക് കടന്നു പോകാൻ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പെസഹ ആഘോഷിച്ചു. ഓരോ വിശുദ്ധ ബലിയും സത്യത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ കടന്നുപോകലിന്റെ അനുസ്മരണമാണ് നടത്തുന്നത്. നമ്മുടെ സ്വാർത്ഥതയുടെ, നമ്മുടെ വെറുപ്പിന്റെ, നമ്മുടെ അഹങ്കാരത്തിന്റെ, അഹത്തിന്റെയൊക്കെ ഈ കടന്നുപോകലിന്റെ ഓർമ്മകളാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ നമ്മൾ ഓർക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. കടന്നുപോകലിന്റെ തിരുനാള് ഈശോ തന്റെ ജീവിതമാക്കി തീർത്തുകൊണ്ട് ആഘോഷിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് നാം അത് വായിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ജീവന്റെ ഫലം പുറപ്പെടുവിക്കും. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ വസന്തത്തിലേക്കുള്ള ചില നല്ല കാര്യങ്ങളാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്തു പറഞ്ഞതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തെ കാണിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരോട്, ഞാൻ ജീവിക്കുന്ന ഇടവകയിലുള്ളവരോട്, സമൂഹത്തിലുള്ളവരോട്, അയൽവാസികളോടൊക്കെ 80-90 വയസ്സൊക്കെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്? ഞാൻ ഈ ഇടവകയ്ക്ക് മാതൃകയായി തീർന്നതുപോലെ നിങ്ങളും ഈ ഇടവകയ്ക്ക് മാതൃകകളാകണമെന്ന് ചങ്കത്ത് കൈവച്ച് ചങ്കുറപ്പോടെ പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധ കുർബാനയ്ക്ക് അനുയോജ്യമായി തീരുന്നത്, ക്രിസ്തുവിന്റെ ജീവിതത്തിന് അനുയോജ്യമായി തീരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വിശുദ്ധ കുർബാനയിൽ നങ്കൂരമിട്ടിരിക്കുന്നതാണ് എന്ന്. നമ്മുടെ ജീവിതത്തില് നമ്മൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങള് മിക്കതും, അതായത് ജീവിതത്തിൻ്റെതായ ക്രമക്കേടുകള്, കുടുംബ ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകള്, വഴിവിട്ട യാത്രകള്, മദ്യപാനം, ഇങ്ങനെ എന്തുമായിക്കോട്ടെ, നമ്മൾ സൃഷ്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം അൾത്താരയിൽ നിന്നുള്ള അകലം ആണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. അൾത്താരയിൽ നിന്നുള്ള അകലം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിന് അപകടങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒക്കെ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ നമ്മുടെ പ്രായം ചെന്ന അമ്മച്ചിമാര് ഞായറാഴ്ചയാകാൻ കാത്തിരിക്കും. എന്തിനു വേണ്ടിയാ? അൾത്താരയില് ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ അർപ്പിക്കുന്ന ആ ബലിയോട് ചേർത്ത അൾത്താരയില് ആ ആഴ്ചത്തെ ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം ഒന്ന് ഇറക്കി വെച്ച് സ്വസ്ഥമാകാൻ വേണ്ടി ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് വേണ്ടി അവർ ദാഹത്തോടെ കാത്തിരിക്കും. സത്യത്തിൽ ഒരാഴ്ച മുഴുവൻ അവർ ഒരുങ്ങുകയാണ് ഒരു ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ഒരുങ്ങി അവരൊരു കുർബാന അർപ്പിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുകയാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നുണ്ട് ആ അൾത്താരയിൽ. അവർ അൾത്താരയോട് ചേർന്നുള്ളൊരു ജീവിതമാണ്, അൾത്താരയെ ശരണം വെച്ചുള്ളൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് ഇന്നത്തെ പോലെയുള്ള പരിഹാരങ്ങളല്ലായിരുന്നു അവർ കണ്ടിരുന്നത്. ഇന്നത്തെ യുവതലമുറ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉടനടി കാണുന്ന പരിഹാരങ്ങൾ ഒന്നെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പഴയ തലമുറ കണ്ടെത്തിയിരുന്ന മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അൾത്താരയിൽ ശരണം വെക്കുക എന്നായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഇത്തരത്തില് അൾത്താരയോട് ചേർന്നുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ, അൾത്താരയെ ശരണം വെക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിനും
സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അല്ലെങ്കിൽ അൾത്താരയിൽ ചേർത്ത് വെച്ച ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാതെ, ഉത്തരമില്ലാതെ പോവുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ചോദിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉത്തരം ലഭിക്കും, പരിഹാരം ലഭിക്കും. പഠിക്കുവാനുള്ള ബുദ്ധിമുട്ടാകട്ടെ, അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, എന്തും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ മാർഗമുണ്ട്, പരിഹാരമുണ്ട്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഈ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ പെസഹ ആഘോഷിക്കുകയാണ്. ഈ പെസഹ അനുസ്മരണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ദിവസമായി തീരട്ടെ. നമ്മുടെ കടന്നുപോകലിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിന്റെയും കടന്നുപോകലിന്റെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വാർത്ഥതയുടെയും നമ്മുടെ വെറുപ്പിന്റെയും നമ്മുടെ അഹങ്കാരത്തിന്റെയും വാശിയുടെയും ഒക്കേതായ എല്ലാ മോഹങ്ങളിൽ നിന്നും നമുക്കൊരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു കടന്നുപോകലിന്റെ അനുഭവമായിട്ട് ഈ വിശുദ്ധ വാരത്തെ നമുക്ക് മാറ്റാം. പ്രത്യേകമായിട്ട് കടന്നു വരുന്ന പെസഹ വ്യാഴത്തെ നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഏറെ പ്രാർത്ഥനയോടെ, ഏറെ ശ്രദ്ധയോടെ ഈ വിശുദ്ധ വാരത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അൾത്താരയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അൾത്താരയോട് ചേർത്ത് ജീവിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അതിനായിട്ട് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശുവേ, വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുടെ ജീവിതത്തിന്റെ വസന്തത്തിലേക്കുള്ള ധാരാളം മാതൃകകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. കർത്താവേ, നീ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് ഞങ്ങളുടെ ജീവിതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പിൻതലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഞങ്ങളുടെ കൂടെ വസിക്കുന്നവർക്ക്, കൂടെ ജീവിക്കുന്നവരോട് പറയുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെയും പരിശുദ്ധമാക്കണമേ. സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അൾത്താരയോട് ചേർത്ത് വെച്ച് ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുവാനും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ദാസരിൽ ദാസനായി എൻ പ്രിയനീശോ, നീ എൻ്റെ പാദങ്ങൾ കഴുകി. ജലമായിരുന്നില്ല നിന്റെ കയ്യിൽ, അത് തിരുഹൃദയ ചോരയായിരുന്നു. ജലമായിരുന്നില്ല നിന്റെ കയ്യിൽ, അത് തിരുഹൃദയ ചോരയായിരുന്നു. ദാസരിൽ ദാസനായി എൻ പ്രിയനീശോ, നീ എൻ്റെ പാദങ്ങൾ കഴുകി. നിഷ്കളങ്കനല്ലോ, ഞാൻ പിഴയാളിയല്ലോ, നീയോ നല്ലവനല്ലോ. നിഷ്കളങ്കനല്ലോ, ഞാൻ പിഴയാളിയല്ലോ,
പകരാനാ മൃതമായി തീർന്നൊരൻ ആത്മാവിൽ ജീവന്റെ നിത്യത പകരാനാ പ്രിയനാഥ നീ മുറിഞ്ഞു നിൻ തിരുഹൃദയം പിളർന്നു തന്നു എൻ പ്രിയനാഥ നീ മുറിഞ്ഞു നിൻ തിരുഹൃദയം പിളർന്നു തന്നു ദാസനായി എൻ പ്രിയനീശോ നീ എൻ്റെ പാദങ്ങൾ കഴുകി ശരീരവും തിരുനിണവും ഓരോ ബലിയിലും നീ തരുന്നു നിന്റെ ശരീരവും തിരുനിണവും ഓരോ നീ തരുന്നു ബലിയർപ്പണ സ്മരണയിലെന്നു ശുദ്ധരായി തീരുന്നു ഞങ്ങളൊന്നാ ബലിയർപ്പണ സ്മരണയിലെന്നു ശുദ്ധരായി തീരുന്നു ഞങ്ങളൊന്നാ ദാസനായി എൻ പ്രിയനീശോ നീ എൻ്റെ പാദങ്ങൾ കഴുകി ജലമായിരുന്നില്ല നിന്റെ കയ്യിൽ അത് തിരുഹൃദയ ചോരയായിരുന്നു ജലമായിരുന്നില്ല നിന്റെ കയ്യിൽ തിരുഹൃദയ ചോരയായിരുന്നു ദാസരിൽ ദാസനായി എൻ പ്രിയനീശോ നീ എൻ്റെ പാദങ്ങൾ കഴുകി